അതിപ്പോൾ രണ്ട് ഉത്തരവാദിത്വം ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ പ്രയാസമുണ്ടല്ലോ. അതുകൊണ്ട് പുതിയ പ്രസിഡന്റ് വരുന്നതാണ് നല്ലത്. ഞങ്ങൾ ഇന്നലെ UDF യോഗം ഉണ്ടായിരുന്നു. ഘടകകക്ഷികൾ തമ്മിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ല, അത് താമസം വരും. വൈദ്യുതിയുടെ പ്രശ്നത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് കാലാവസ്ഥയിൽ വന്ന മാറ്റം എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ വരുമ്പോൾ മഴയില്ലല്ലോ, മഴ കുറഞ്ഞു. ഇടുക്കിയിലെ നമ്മളുടെ ഡാമിലെ ജലനിരപ്പ് കഴിഞ്ഞ പ്രാവശ്യം 70 ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം 30-ൽ താഴെ. അത് ഇന്ത്യയിലൊട്ടാകെ ഇപ്പം മഴ കിട്ടിത്തുടങ്ങി വടക്കേ ഇന്ത്യയിൽ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ 2-3 പ്രശ്നം വന്നത്, ഒന്ന് അരിയടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന 4/29 ആ കരാർ പിന്നീട് റദ്ദാക്കി. അത് 7 കൊല്ലം ആ വൈദ്യുതി വാങ്ങിയിരുന്നു, പിന്നീട് അത് റദ്ദാക്കപ്പെട്ടു. ഇപ്പോൾ അതിനെതിരെ കേരളത്തിലെ വൈദ്യുതി ബോർഡ് സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ കപിൽ സിബലിനെയാണ് നമ്മൾ വക്കീലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പെർ സിറ്റിങ്ങിൻ്റെ ഫീസ് 15 ലക്ഷമാണ്. കൗണ്ടർ മണിയായത് 15 ലക്ഷം. അത് കേസ് ബ്രീഫ് ചെയ്യണമെങ്കിൽ തലേ ദിവസം 2.5 ലക്ഷം കൊടുത്താൽ 10 മിനിറ്റ് കേസ് അദ്ദേഹത്തെ പഠിപ്പിക്കാം. അപ്പോൾ ഒരു ദിവസത്തെ ബ്രീഫിങ്ങിനും സിറ്റിങ്ങിനുമായിട്ട് 17.5 ലക്ഷം രൂപ മുടക്കി ആ പഴയ കരാറ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നത്തെ ഒരു കാര്യം, ഏപ്രിൽ മാർച്ച് മാസങ്ങളിലെ വേനൽക്കാലത്ത് വൈദ്യുതി നമ്മൾ കടം വാങ്ങി. ആ കടം വാങ്ങിയത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ്. 530 മെഗാവാട്ട് നമുക്കിപ്പോൾ തിരികെ കൊടുക്കണം. എല്ലാ ദിവസവും 530. നമുക്ക് കുറവ് വരുന്ന ഒരു 400-500 ഇടയ്ക്കാണ് കുറവ് വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ, ഒന്ന് ആര്യാടൻ്റെ കാലത്തുണ്ടായ കരാർ റദ്ദാക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് 465 മെഗാവാട്ട് കിട്ടുമായിരുന്നു. ഈ കടം വാങ്ങിയത് തിരികെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടെ വരുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ പത്രങ്ങളിൽ ഇന്ന് ഉണ്ട് മൂഴിയാർ പദ്ധതി. അത് 60 മെഗാവാട്ടിൻ്റെ പ്രൊജക്റ്റായിരുന്നു. അത് അന്ന് നടപ്പിലാക്കുന്ന സമയത്ത് അതിൽ ക്രമക്കേടുകളുണ്ടായി. മാതൃഭൂമി പത്രം ഇപ്പോൾ ഫീച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. 3-ാമത്തെ ദിവസമാണ് അതിൻ്റെ അകത്ത് തുടർച്ചയായിട്ട് ആ കാര്യങ്ങളുടെ വാർത്ത വരുന്നത്. അന്ന് 60 മെഗാവാട്ടിന് പകരം 10 മെഗാവാട്ടിൻ്റെ കപ്പാസിറ്റിയുള്ള മെഷീൻ മാത്രമാണ് സ്ഥാപിച്ചത്. അപ്പോൾ അവിടെ നമുക്ക് പോയി. കണ്ണൂർ ജില്ലയിലെ ബാരാപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിലാണ്, ഇരിട്ടിക്കടുത്ത് യുങ്ങുന്നിലാണ്. കഴിഞ്ഞ വർഷം അത് തകരാറിലായതാണ്. 20 മെഗാവാട്ടാണ് അതിൻ്റെ സ്ഥാപിത ശേഷി. പക്ഷേ അതിനേക്കാൾ കൂടുതൽ 40 മെഗാവാട്ട് വരെ കിട്ടിയിരുന്നു. ഉമ്മൻചാണ്ടിയും ആര്യാടനും വന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. പിന്നീട് കഴിഞ്ഞ വർഷം കേടായി. അത് കേടെന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ കനാലിൽ ചോർച്ച വന്നു. ആ ചോർച്ച കൂടി അതൊരു ഗർത്തമായിട്ട് രൂപപ്പെട്ടു. അപ്പോൾ അന്നത്തെ വൈദ്യുതി മന്ത്രിയും അന്നത്തെ MLA ഞാനും കൂടി അവിടെ പോയി നോക്കിയതാണ്. 15 മാസം കഴിഞ്ഞിട്ടും അതിന് റിപ്പയറിംഗ് ഒന്നുമില്ല. അതേപോലെ തന്നെ നമുക്കറിയാം കാർബോറാണ്ടം പദ്ധതി കമ്പനിക്കാർ ഏറ്റെടുത്തൊരു പദ്ധതിയുണ്ട്, മണിയാർ. അത് 2024 നമുക്ക് തിരികെ കിട്ടണം. കരാർ പ്രകാരം 2024 കേരള ഇലക്ട്രിസിറ്റി ബോർഡിന് തിരികെ കിട്ടണം. പക്ഷേ ആ കരാറിന് അനുസരിച്ച് അന്നത്തെ ഗവൺമെൻറ് തിരികെ മേടിച്ചില്ല. ഇപ്പോൾ അത് നീണ്ടുപോയി. 2 കൊല്ലം നമ്മളെ കയ്യിൽ നിൽക്കേണ്ടത് അവർ നീട്ടിക്കൊടുത്തു. ഇപ്പോൾ ആരും പ്രവർത്തിക്കുന്നില്ല, കോടതിയിലെത്തിയിരിക്കുകയാണ്. അത് വൈദ്യുതി ബോർഡിന് ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മൾക്ക് ഉപയോഗം കൂടി, ഉപഭോഗം അല്ലെങ്കിൽ ഉപയോഗം കൂടി. കാരണം എന്താ, ചൂട് വരുമ്പോൾ കൂടുതൽ AC വരും. ഗൾഫിലെ യുദ്ധം വന്നപ്പോൾ ആളുകൾ ഗ്യാസ് കിട്ടാൻ താമസിക്കുന്നതുകൊണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങളാണ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നപ്പോൾ അതിനായിട്ട് വൈദ്യുതി ഉപയോഗം കൂടി. ഉപയോഗം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഉൽപ്പാദനം കൂടിയില്ല. ഇത് കണ്ടുകൊണ്ട് ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉൽപ്പാദനം കൂട്ടാനും, ഉൽപ്പാദിപ്പിക്കുന്ന പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മളെ സോളാർ എനർജി. ആ സോളാർ നമുക്ക് രാത്രി കാലത്ത് ഉപയോഗിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. പകൽ സമയത്ത് ഇതിൻ്റെ പൈസ ഒരു യൂണിറ്റിന് 10 പൈസയ്ക്ക് കിട്ടും. രാത്രി അതിൻ്റെ പൈസ 10 രൂപയ്ക്ക് കൊടുത്താലും കിട്ടില്ല. അതാണ് സ്ഥിതി. അപ്പോൾ ഞാൻ മന്ത്രിയായതിനു ശേഷം, ഉത്തരവാദിത്വം വന്നതിന് ശേഷം എല്ലാ ജില്ലകളിലും യാത്ര ചെയ്തു. MLA മാരുടെയും എഞ്ചിനീയർമാരുടെയും യോഗം വിളിച്ചു കൂട്ടി. എല്ലാ വൈദ്യുതി ഓഫീസുകളിലും പോയി. ഇപ്പോൾ അതിനുള്ള സോളാർ വൈദ്യുതി പകൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാത്രിയിൽ കൂടി സൂക്ഷിക്കാനുള്ള സംവിധാനം, അതിന് പറയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജാണ്. ആ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കാൻ ചില പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട്. അത് സമയത്ത് പൂർത്തീകരിക്കാനും ബ്രഹ്മപുരത്ത് ബൃഹത്തായൊരു പദ്ധതി തുടങ്ങുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന് ഈ ഗവൺമെൻറ് 100 കോടി രൂപ അതിലേക്ക് വെച്ചിട്ട് അത് കമ്മ്യൂണിറ്റി സ്റ്റോറേജ്, ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അത് സ്റ്റോർ ചെയ്യുന്നതിനുള്ള സംവിധാനവും ആലോചിക്കുന്നുണ്ട്. വൈദ്യുതി ദോഷം നേടുന്ന KSEB അഴിയൂർ ഒരു പുതിയ ഫീഡർ സ്ഥാപിക്കാൻ വേണ്ടി ബഹുമാനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ
അദ്ദേഹം എൻ്റെ കയ്യിൽ തന്ന നിവേദനമാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ഞാൻ വായിച്ചു, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് വളരെ അത്യാവശ്യമാണെന്ന് ശ്രീ മുല്ലപ്പള്ളി പറഞ്ഞാൽ അത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥരാണ്. ഇത് ചെയ്തിരിക്കും. സർ, പിന്നെ വടകരയിൽ ഈ അധ്യാപികമാരെ കുടുങ്ങിയ ഒരു കേസുണ്ടായിരുന്നു, മയക്കുമരുന്ന് കേസ്. അതിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. BRCയിലുള്ള പാർട്ടിയുടെ നിലപാട് എന്താ സാർ അതിന്? എങ്ങനെ അത് പാർട്ടിയുടെ ജനങ്ങളുടെ നിലപാടല്ല, എല്ലാവർക്കും ഒറ്റ നിലപാടല്ലേ ഉള്ളൂ. അങ്ങനെ നല്ല ഞാൻ ഇന്ന് തലശ്ശേരിയിലെ ഒരു സ്കൂളിൻ്റെ 25ാം വാർഷികത്തിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. അധ്യാപകരെ ഏറ്റവും ബഹുമാനിക്കുന്നതാണ് കേരളീയ സമൂഹം. അധ്യാപകരെ, നമ്മുടെ മുൻ ഉപരാഷ്ട്രപതി തലശ്ശേരിയിൽ വന്ന അനുഭവം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കിയില്ല. ജഗദീപ് ധൻഖർ വന്നിട്ട് രത്നം ടീച്ചറെ കാല് തൊട്ട് വണങ്ങിയത്. രത്നം ടീച്ചറുടെ കാല് തൊട്ട് വണങ്ങിയായിരുന്നു. 2 വർഷം മുൻപ് ഇന്ത്യയുടെ നാവികസേനയുടെ തലവനായിരുന്ന അഡ്മിറൽ R. ഹരികുമാർ, അവർ തിരുവനന്തപുരത്ത് കാർമൽ സ്കൂളിൽ പഠിച്ചതാണ്. അദ്ദേഹത്തിന് കാർമൽ സ്കൂൾ ഒരു സ്വീകരണം കൊടുത്തു. അവിടെ വന്ന് ആ സ്വീകരണത്തിന് വന്ന ഇന്ത്യയുടെ നാവികസേനയുടെ തലവൻ അഡ്മിറൽ R. ഹരികുമാർ അവിടെ ജമീല ബീവി ടീച്ചറെ കണ്ടിട്ട് ഇതേപോലെ തന്നെ കുനിഞ്ഞ് വണങ്ങി കാൽ തൊട്ട് വന്നിച്ചു. എനിക്കും അങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്നെ പഠിപ്പിച്ച ഉളിക്കൽ സ്കൂളിലെ ഒരു അധ്യാപകനെ ആദരിക്കുന്ന ചടങ്ങിൽ ഞാൻ MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങി. ഞാൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ സ്വീകരിച്ചിട്ടുണ്ട്, മന്ത്രിമാരെ സ്വീകരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിമാരെ സ്വീകരിച്ചിട്ടുണ്ട്, വക്കീൽ എന്ന നിലയിൽ ജഡ്ജിമാരെ കണ്ടിട്ടുണ്ട്, സഭാ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ കാൽ തൊട്ട് വണങ്ങിയത് എൻ്റെ അധ്യാപകൻ്റെ മുമ്പിൽ മാത്രമാണ്. കാൽ തൊട്ട് വണങ്ങിയ മഹനീയമായ സംഭവങ്ങൾ, അതിനെ ബഹുമാനത്തോടെ അനുസ്മരിച്ചതും അധ്യാപകരുടെ സംഭവങ്ങളാണ്. പക്ഷേ ഈ ടീച്ചേഴ്സ് ഇങ്ങനെ ചെയ്തത് വേദനിപ്പിക്കുന്ന, വലിയ വേദനയുണ്ടാക്കുന്ന, സമൂഹത്തെ നടുക്കുന്ന ഒരു സംഭവമാണ്. അവർക്കെതിരെ പോലീസ് കേസിൻ്റെ അന്വേഷണം മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ദേ ആർ അൺഫിറ്റ് ടു ബി ടീച്ചേഴ്സ്. അവർ അധ്യാപികമാരാകാൻ അവർ യോഗ്യരല്ല. ദാറ്റ്സ് ട്രൂ. ഓക്കെ സാർ, ശരി.